നമ്മളെ കൊടുകുത്തിമല റോഡുമൊക്കെയുള്ള അവസ്ഥയായിട്ട് കാണുന്നത്. നിങ്ങളിൽ കാണാൻ പോണ തുടങ്ങിട്ടോ. കണ്ടോ കണ്ടോ, ഫുള്ള് പൊള്ളി ഗുണം. ഇവിടുന്ന് അങ്ങോട്ട് വെള്ള പൈപ്പിന് കീറിയത് കംപ്ലീറ്റ് പൊളിഞ്ഞടക്കാട്ടോ. ഫുള്ള് കാണാൻ എനിക്ക് വീഡിയോയിൽ. ചാടന്നെ ഒരു തലക്കുന്ന ഒരു തല വരെ പൊള്ളിക്കാട്ടോ. ഒരു സൈഡ് മാത്രമല്ല. ഈ വെള്ളം അരിച്ചാലൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടേക്കാണ്. ഇതാ എല്ലാ വണ്ടികളും നിന്ന് ബ്ലോക്കായിട്ട് പോകണം. മാസം ഫോറസ്റ്റിൻ്റെ എക്കോ ടൂറിസത്തിൻ്റെ വകുപ്പിൽ ലക്ഷങ്ങൾ അത്ര കിട്ടുന്ന മാസം. എന്നിട്ട് ഈ കണ്ട വേനലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് പൊള്ളിക്കാണ്. ഇത്രയും വേനൽക്കാലം അവധി ഉണ്ടായിട്ട് നേരാക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ, വണ്ടികളൊക്കെ ബ്ലോക്കാണ്. വെല്ല മഴക്കാലത്ത് ഇനി വെള്ളം പാടെ നിൽക്കുമ്പോൾ അതിൻ്റെ എത്രയെന്ന് പോലും അറിയില്ല. ഓരോ കുയിൻ്റെ കുറേ നാൾ മെമ്പർ കല്ലും തൊക്കിട്ട് അടച്ചിരുന്നു നമ്മളെ ഗഫൂർക്ക. ചാണ്ടൊന്നും കാര്യമില്ലല്ലോ, മഴ പെയ്ത് ഫുള്ള് പോയി. ആൾക്കാരിറങ്ങി പ്രതികരിക്കേണ്ടി വരും, എന്നാലേ അതൊക്കെ ശരിയാവുള്ളൂ. തന്നെ ചാടിന് ഒരു കുഴി ഒരു കട്ട് ചെയ്യാൻ കൂടിയും പറ്റാത്ത അവസ്ഥയാണ്. ഷോക്കപ്പൊക്കെ പോവുമല്ലോ. അത് ബൈക്കും പോവുകയാണെങ്കിൽ കാറ് പോവുകയാണെങ്കിൽ ആ വെള്ളം ഫുള്ള് ആൾക്കാരെ മേത്ത് കറിച്ചും. അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ ഫുള്ള്. വേണ്ട അത്രയും വണ്ടികൾ ഇപ്പോൾ വരുന്നുണ്ട് ഓരോ വീക്കിൽ. ഈ ആൾതാമസമുള്ള ഏരിയ വരെ റോഡിൻ്റെ അവസ്ഥ പറ്റ ഷോക്കാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ചില ഭാഗങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ പോവാം. പക്ഷേ ആൾതാമസമുള്ള ഏരിയ വരെ ഭയങ്കര റിസ്ക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വലിയ കുഴപ്പമില്ല, ഇനി അങ്ങനെ പോകും. പിന്നെ അതുപോലെ ഈ മഴക്കാലത്തൊക്കെ ഈ റോഡ് സൈഡ് ഉണ്ടല്ലോ, ഇതൊന്നും കാട് വെട്ട് അങ്ങനത്തെ ഒരു പരിപാടി വരില്ല. റോഡ് ശരിക്കും 2 വണ്ടികൾക്ക് പോകാനുള്ള വീതി ഉണ്ട്. പക്ഷേ ഈ കാട് പൊന്തിയും കാരണം ഒരു പരിപാടി മര്യാദക്ക് നടക്കൂല. ആൾക്കാർക്ക് പോക്കും വരവും ഒന്നും നടക്കൂല. അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നത് കാണൂല. പൈസ പോക്കറ്റ് കിട്ടാതില്ല മാത്രം പരിപാടി ഇവിടെ നടക്കുന്നുള്ളൂ. വികസന ഭാഗമായിട്ട് അന്ന് റോഡ് ഉണ്ടാക്കിയെന്നല്ലാതെ വേറൊരു പരിപാടി നടക്കണില്ല. പോസ്റ്റുമേ വല്ല ട്യൂബോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേ ഒരു പരിപാടിയില്ല.